നമ്മൾ ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എത്ര നാൾ എടുക്കണം, അല്ലെങ്കിൽ എത്ര നാൾ കഴിയുമ്പോഴാണ് ഒരു ഫോളോ അപ്പ് വേണ്ടത് എന്നത് പറയാം. നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ബയോട്ടിൻ, അതുപോലെ തന്നെ മൾട്ടി വൈറ്റമിൻ, മൾട്ടി മിനറൽ സപ്ലിമെന്റ്സ് ആണ് കൊടുക്കുന്നത്. ഹെയറിന്റെ കാര്യം പറയുമ്പോൾ ഒരു 3 to 4 months നമ്മൾ എന്തായാലും റെഗുലർ ആയിട്ട് സപ്ലിമെന്റ്സ് എടുക്കണം. അപ്പോൾ അത് കൂടുതലും ഹെയർ ഫോൾ കംപ്ലൈൻസ് വരുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു മിനറൽ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കിന്നിന്റെ കാര്യം വരുമ്പോൾ കൂടുതലും ഒരു പിഗ്മെന്റേഷൻ പ്രോബ്ലമോ അല്ലെങ്കിൽ ആന്റി ഏജിങ്, സ്കിൻ സാഗി സ്കിൻ, അതുപോലെ ഓപ്പൺ പോർസ് അങ്ങനെ വരുന്ന പേഷ്യൻസിനായിരിക്കും നമ്മൾ കൂടുതലും സപ്ലിമെന്റ്സ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലൂട്ടാത്തിൻ സപ്ലിമെന്റ്, വൈറ്റമിൻ സി, അതുപോലെ കൊളാജൻ സപ്ലിമെന്റ്സ്, വേഗൻ കൊളാജൻ, അതുപോലെ തന്നെ മറൈൻ കൊളാജൻ ഒക്കെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലും ഗ്ലൂട്ടാത്തിൻ സപ്ലിമെന്റ്സിന്റെ കൂടെ ആഡ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഒരു 2 to 3 months കണ്ടിന്യൂസ് എടുക്കാനാണ് പറയുന്നത്. പൗഡർ ഫോമിലാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിന്യൂ എടുത്താൽ നമുക്ക് സ്കിൻ കുറച്ചുകൂടി ടൈറ്റൻ ആവും, അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്, ഓപ്പൺ പോർസ് ഒക്കെ റെഡ്യൂസ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതിൽ മാത്രം നമുക്ക് റിസൾട്ട്, അത് മാത്രം എടുത്തുകൊണ്ട് എത്രത്തോളം റിസൾട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ, അതായത് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ അങ്ങനെയൊക്കെ എല്ലാം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. എന്നാലും സപ്ലിമെന്റ്സിന് നല്ല റോൾ ഉണ്ട്.